അങ്ങനെ ഈ ചർച്ചകളൊക്കെ നീളുകയാണ്. ഡൽഹിയിൽ നിന്ന് വിനീത വിജിയാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. വിനീത, മണിക്കൂറുകൾ നീണ്ട ചർച്ച. കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ കേരള രാഷ്ട്രീയവും ഒരുപോലെ കാത്തിരുന്ന കാര്യം ആരാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നത് അതിൽ തീരുമാനമായില്ല അല്ലെ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ശ്രീനിധി. ആ കാത്തിരിപ്പ് ഒരല്പം കൂടി തുടരുമെന്നുള്ളത് തന്നെയാണ്. കൃത്യമായ ഒരു ഡേറ്റോ അല്ലെങ്കിൽ കൃത്യമായ ഒരു സമയമോ ഒന്നും തന്നെ നേതാക്കൾ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടില്ല. നമ്മൾ വളരെ കൃത്യമായി ആ വിഷയവുമായി ബന്ധപ്പെട്ട ചോദിച്ചതാണ്. പ്രഖ്യാപനം എപ്പോൾ ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ 23 വരെ സാവകാശമുണ്ടല്ലോ എന്നാണ് കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ആ ഘട്ടത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ശ്രീനിധി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് 3 മണിക്കൂറിലേറെ നീണ്ട ചർച്ച തന്നെയാണ്, മാരത്തോൺ ചർച്ചകൾ തന്നെയാണ് ഇന്ന് മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. രാവിലെയോടുകൂടി തന്നെ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമനുസരിച്ച് നേതാക്കളൊക്കെ ഇപ്പോഴും ഞാൻ നിൽക്കുന്ന ഡൽഹിയിലെ ഈ കേരള ഹൗസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നാലെ ഇവിടെ നിന്നാണ് നേതാക്കൾ ഖർഗെയുടെ വസതിയിലേക്ക് പോയത്. ആദ്യ ഘട്ടത്തിൽ എല്ലാ നേതാക്കളെയും ഒന്നിച്ചും പിന്നീട് ഒറ്റയ്ക്കൊറ്റയ്ക്കുമൊക്കെയായി മല്ലികാർജ്ജുൻ ഖർഗെയും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ഒക്കെ അവരുമായി സംസാരിച്ചു. അവരുടെ ആവശ്യങ്ങളൊക്കെ തന്നെ കേട്ടറിഞ്ഞു. അതിൽ ആദ്യ ഘട്ടത്തിൽ കെ സി വേണുഗോപാലിന്റെ പേരുകൾ ഒരു നിർദ്ദേശമെന്ന നിലയിൽ ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചു. പക്ഷേ വലിയ അതിർത്തി വി ഡി സതീഷിനും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും ഇക്കാര്യത്തിൽ മുന്നോട്ട് വയ്ക്കുകയും അവരുടേതായിട്ടുള്ള വാദങ്ങൾ അവർ അവതരിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന തരത്തിലേക്കുള്ള ചില സൂചനകളൊക്കെ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഏറെ നേരം കഴിഞ്ഞിട്ടും ഒരു 3 മണിക്കൂർ പിന്നിട്ടിട്ടും ഒരു വാർത്താ സമ്മേളനത്തിലോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു പ്രഖ്യാപനത്തിലേക്കൊക്കെ നീങ്ങാനുള്ള ഒരു സാധ്യത കണ്ടിരുന്നില്ല. പക്ഷേ പിന്നാലെ ഈ ചർച്ചകൾ അവസാനിച്ചതിന് പിന്നാലെ നേതാക്കൾ ഖർഗെയുടെ വസതിയിൽ പുറത്തേക്ക് എത്തുകയും മാധ്യമങ്ങളോട് അവർ ഒന്നിച്ച് തന്നെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ചർച്ചകളൊക്കെ തന്നെ ഡൽഹിയിലെ ചർച്ചകളൊക്കെ തന്നെ പൂർത്തിയായി എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ അന്തിമ തീരുമാനമെടുക്കുക അത് മല്ലികാർജ്ജുൻ ഖർഗെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുമായിരിക്കും. ആ തീരുമാനം എന്താണ് എങ്കിലും ആ ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്താണ് എങ്കിലും അത് നേതാക്കൾ അംഗീകരിക്കുമെന്ന തരത്തിൽ തന്നെയായിരുന്നു അവരുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ നേതാക്കളിൽ ഏറ്റവും പ്രധാനമായും പറഞ്ഞത് ഈ പല നേതാക്കളെയും ഈ 3 നേതാക്കളെയും പിന്തുണച്ചുകൊണ്ടുള്ള ചില ബാനറുകൾ പോസ്റ്ററുകളൊക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു, രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതൊരു പോസ്റ്റർ യുദ്ധം എന്ന തരത്തിലേക്കൊക്കെ തന്നെ മാറുന്നതും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഉടനടി ഈ പോസ്റ്ററുകളൊക്കെ മാറ്റണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് പ്രവർത്തകർക്ക് നേതാക്കൾ നൽകിയത്. അത് തെറ്റായ സന്ദേശമായി ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുക എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതാണെങ്കിലും ഇന്നത്തെ ചർച്ചകൾ ഇവിടെ ഡൽഹിയിൽ പൂർത്തിയായിരിക്കുകയാണ്. ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഇനി ഇത്തരത്തിലേക്കൊരു മുഖ്യമന്ത്രി ആര് എന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ ഉണ്ടാകില്ല. ഒരുപക്ഷെ അധികം വൈകാതെ തന്നെ ഇതിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയും പിന്നീട് ഒരു പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നേതാക്കൾ ഡൽഹിയിലെ കേരള ഹൗസിൽ നിലവിൽ രമേശ് ചെന്നിത്തല മാത്രമാണുള്ളത്. അദ്ദേഹം പുറത്തേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹം നാളെ രാവിലെ ഡൽഹിയിൽ നിന്ന് മടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം വി ഡി സതീശൻ അദ്ദേഹം ഇവിടെ എത്തി, തിരികെ ഈ ചർച്ചകൾക്ക് ശേഷം ഇവിടെ എത്തി. അദ്ദേഹം മാധ്യമങ്ങളെ അങ്ങനെ ഒരു പ്രതികരണത്തിലേക്കൊന്നും തന്നെ കടന്നിട്ടുണ്ടായിരുന്നില്ല. തിരികെ അദ്ദേഹം കൊച്ചിയിലേക്ക് മടങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കണ്ണൂരേക്കും മടങ്ങിയിട്ടുണ്ട്. നേതാക്കൾ ഈ കൂടിക്കാഴ്ചയും ചർച്ചയും പൂർത്തിയാക്കി അവർ മടങ്ങിയിരിക്കുകയാണ്. ഇനി ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് ആരാണ്, ശ്രീനിധി സൂചിപ്പിച്ചതുപോലെ ആരാണ് ആ മുഖ്യമന്ത്രി എന്നുള്ളതാണ്. അതിന് ഒരല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.